പോകുന്നത് വയനാട്ടിൽ നിന്ന് മലപ്പുറത്തേക്കാണ്. മലപ്പുറം ചെറുവായൂരിൽ നിന്ന് ജംഷീർ ഉണ്ട്. ജംഷീർ, എങ്ങനെയാണ് അവിടുത്തെ ഒരു സ്ഥിതി? പോളിംഗ് ശതമാനം ഇപ്പോൾ എങ്ങനെയുണ്ട്? ക്യൂ ഒക്കെ ഉണ്ടോ അവിടെ? വാഴക്കാട് പഞ്ചായത്തിലെ 15 വാർഡിൽ ഉൾപ്പെടുന്ന ചെറുവായൂർ AUP സ്കൂളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ 1-2 ബൂത്തുകൾ 15-16 വാർഡുകളിലെ 1-2 ബൂത്തുകളിൽ ഇപ്പോഴും വലിയ തിരക്കാണ്. ഇപ്പോൾ ഉച്ച സമയമാണ്, പക്ഷേ ഇപ്പോഴും വലിയ തിരക്കാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ വലിയ തിരക്ക് നമുക്ക് ഇവിടെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ സുഖമില്ലാത്ത ആളുകളെ അടക്കം ഇത്തരത്തിൽ കസേരകളിലും മറ്റുമായി ഈ പോളിംഗ് ബൂത്തിലെത്തിച്ച് വോട്ട് ചെയ്ത് മടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ജില്ലയിൽ ഉടനീളം ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള തിരക്ക് പലപ്പോഴും പല ബൂത്തുകളിലും കാണുന്നുണ്ട്. ഉച്ച സമയത്തൊരല്പം കുറവുണ്ടെങ്കിൽ പോലും പിന്നീട് ആളുകൾ കൂടുതലായി വരികയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കൂടുതലായി വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് മലപ്പുറം ജില്ലയിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജില്ലയിലെ പോളിംഗ് ശതമാനവും 50-ന് മുകളിലേക്ക് കടന്നിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 50-ന് മുകളിൽ ഏതായാലും എത്തിയിട്ടുണ്ട്. അത് നഗരസഭകൾ കേന്ദ്രീകരിച്ചാണെങ്കിലും ഗ്രാമപഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണെങ്കിലും ഇത്തരത്തിൽ പോളിംഗ് ശതമാനവും വർദ്ധിച്ചിട്ട് ഇപ്പം നമ്മൾ ഈ ചെറുവായൂർ പഞ്ചായത്തിന്റെ ഈ 15-16 വാർഡുകളിൽ അവിടെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്താ പേരെന്തായിരുന്നു? എന്താണിപ്പം നല്ല അനുകൂലമായ കാലാവസ്ഥ തന്നെയാണ് ഉള്ളത്. മൊത്തത്തിൽ നമ്മുടെ വാഴക്കാട് പഞ്ചായത്ത് പറഞ്ഞാൽ നമുക്ക് UDF നല്ല അനുകൂലമായിട്ടുള്ള പണ്ടേ വേര് മലക്കുറവുള്ള ഒരു മണ്ണാണ്. അപ്പോ അതിനനുസരിച്ചുള്ള മാറ്റം കാണുന്നുണ്ട്. 8 വാർഡാണ് എനിക്കുള്ളത്. അപ്പൊ 8 വാർഡിൽ പോകുമ്പോഴും നല്ലൊരു അഭിപ്രായമാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഞാൻ ഈ പഞ്ചായത്തിലെ ബ്ലോക്കിൽ തന്നെ പ്രായം കുറഞ്ഞൊരു കുട്ടിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ. പ്രായം കുറഞ്ഞ ബ്ലോക്ക് സ്ഥാനാർത്ഥി കൂടിയാണ്. അതെ അതെ. അല്ല, അങ്ങനെ അവകാശപ്പെടാൻ കഴിയില്ല. കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞത് ആണ്. മറ്റു സ്ഥാനാർത്ഥികളുള്ള ഇവിടെ സ്ഥാനാർത്ഥികൾ? ഞാൻ ഈ 16-ാം വാർഡിലെ UDFന്റെ സ്ഥാനാർത്ഥിയാണ്. കോണി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു പുതിയ വാർഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ UDFന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയെഴുത്താണ് നമ്മളിവിടെ കാണുന്നത്. ആളുകളൊക്കെ രാവിലെ തന്നെ മാക്സിമം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആളുകൾ നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2 ബൂത്തുകളുണ്ട്. 2 ബൂത്തിലും നല്ല തിരക്കുണ്ട്. നമുക്ക് അനുകൂലമായൊരു വിധി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പോളിംഗ് ശതമാനം കൂടുന്ന ആളുകൾ കൂടുതൽ വന്ന് വോട്ട് ചെയ്യുന്നത് അനുകൂലമായി